താരസംഘടനയായ അമ്മയ്ക്ക് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയിലും മത്സരം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് പത്രിക നൽകാനെത്തിയത്. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചാണ് സാന്ദ്ര പത്രിക നൽകാനായി എത്തിയത്. മാറിക്കൊടുക്കാൻ തയ്യാറാവണം. അവർ എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സമ്മതിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ, ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷനാണിത്. ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നു. സാന്ദ്രയുടേത് തരം താണ നടപടി എന്നായിരുന്നു ലിസ്റ്റിന്റെ പ്രതികരണം. ലിസ്റ്റിൻ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നായിരുന്നു സാന്ദ്ര തോമസ് പ്രതികരിച്ചത്. എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് കൂടെയുണ്ട്. കാര്യം അവർക്കുണ്ടായ ഒരു മോശ അനുഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് പറഞ്ഞപ്പോ ലിസ്റ്റിൻ അവരെ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പ്രതികരിച്ചത്. എന്റെ ഒപ്പം ഷീല കുര്യൻ ഉണ്ട്, നിർമ്മാതാവാണ്, ഞാൻ കൊടുക്കാം. ഷീല കുര്യനാണ്. അതായത് അന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ഈ പ്രശ്നം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങളുടെ എന്താ സമ്മർദ്ദത്താൽ എനിക്കത് പറയേണ്ടി വന്നു, ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്നു. എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്. പക്ഷെ ആ സമയത്ത് ലിസ്റ്റ് വളരെ പരിഹാസത്തോടെ ഇപ്പൊ നമുക്ക് ട്രൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അങ്ങോട്ട് ബാറ്റച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാള് നമ്മളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുക്കിംഗ് പരിശോധിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മളത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം പരിഹാസം ഒരിക്കലും ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കമ്മിറ്റി കൂടുമ്പോ ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റായിട്ട് ചിലപ്പോ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഒരാളെ എന്താ പറയുക, കളിയാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഉള്ള ഇതല്ല. അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്താണ് ലിസ്റ്റിൻ കള്ളത്തരം പറയരുത്. അന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചതാണ്. ഇത് ശരിയായ രീതിയല്ല, ഇങ്ങനെയല്ല ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ലിസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞ മറുപടി, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് അസോസിയേഷന്റെ പൊസിഷനിലേക്ക്, ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ആളുകളും ഇവിടെ വരണം എന്ന് ലിസ്റ്റിൻ എന്ന വ്യക്തി തന്നെ എന്നോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ലിസ്റ്റിൻ അന്ന് ആ ചേച്ചിയോട്, ഷീല ചേച്ചിയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിനല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിന് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. എന്നെ മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി പറയുമ്പോ ലിസ്റ്റിനത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ലൈറ്റാക്കി അതൊരു തമാശയാക്കി വിടാൻ ലിസ്റ്റിന് എങ്ങനെ മനസ്സിലാവും? നമ്മളൊരു സഭയില് ഇരുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കുറച്ച് ദേഷ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് സാന്ദ്രയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അതിനെ ഒരു ഡിപ്ലോമസിയിലൂടെയും കൂടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. വിവരങ്ങളുമായി ഡാനി, ഈ സിനിമാ സംഘടനകൾക്ക് ഉള്ളിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അത് പിന്നീട് കേസും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയതാണ്. ഒടുവിൽ
നേർക്കുനേർ മത്സരങ്ങളിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്നു. സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ഇവർക്ക് വലിയൊരു പിന്തുണ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പ്രതീക്ഷിക്കാമോ? ടോമൻ, നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് വലിയൊരു ഭിന്നിപ്പ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് ഇപ്പോൾ സാന്ദ്ര തോമസ് പറയുന്നത് പോലെ തന്നെ ഇത് ഒരു വിഭാഗം പേരുടെ കയ്യിലേക്ക് മാത്രമായിട്ട് പോകുന്നു. താൻ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾക്ക് ഇവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർ സ്ത്രീകൾക്ക് നേരെ വളരെ മോശമായി പെരുമാറുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതി നേരത്തെ സാന്ദ്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികൾ പ്രതികളാണ്. 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിന്റെ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇത്തരം ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കലുഷിതമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ആ സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ പറയുന്നത് ഓഗസ്റ്റ് 14-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ആദ്യ വാരം വരെയും ഇതിൽ പത്രികാ സമർപ്പണത്തിനുള്ള സമയമുണ്ട്. ആ സമയമാവുമ്പോഴേക്കും കൂടുതൽ പേർ ഇതിൽ പത്രികാ സമർപ്പണത്തിന് ഉണ്ടാകും. തീർച്ചയായും ഇതൊരു ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല. സാധാരണഗതിയിൽ ഇവർ പാനലൊന്നുമില്ലാതെ സമവായത്തിലൂടെ അവരവരുടെ ആളുകളെ മാത്രം നിശ്ചയിച്ച് പോകുന്ന രീതിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാകില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഇക്കുറി തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു. ഒരു പാനലായിട്ട് തന്നെ മത്സര രംഗത്തേക്ക് ആളുകൾ വരും എന്നതാണ് ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ കൂടുതൽ പേർ ഈ മത്സരരംഗത്തേക്ക് പത്രികാ സമർപ്പണത്തിലേക്ക് അടക്കം എത്തും എന്നതാണ് ഇവർ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസർമാരടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമാ സംഘടനകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അമ്മയാണെങ്കിലും അവിടെ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മത്സരത്തിലേക്ക് വരുന്നു. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയും ചെന്നെത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ സിനിമാ സംഘടനകൾക്കുള്ളിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടം രൂക്ഷമാകുന്നു. അമ്മ സംഘടനയ്ക്ക് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലും പ്രതിഷേധം, ഈ രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പ്രതിഷേധ സൂചകമായിട്ടാകാം സാന്ദ്ര തോമസ് ഈ മത്സരത്തിനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതെങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് ഈ സിനിമാ സംഘടനകൾക്കുള്ളിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പിന്തുണ ഉണ്ടായേക്കാം. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചായിരുന്നു സാന്ദ്ര പത്രിക സമർപ്പിക്കാനായി എത്തിയത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.